എല്ലാവർക്കും പുളിമുട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്നതാ ചെയ്യുന്നത്? ഉച്ചക്ക് കറി ഒന്നും ഇരിപ്പില്ല, എന്തേലും ഉണ്ടാക്കണം. നമുക്ക് പച്ചപ്പയർ മേടിച്ചിരിപ്പില്ല. പയർ ഇരിപ്പുണ്ടല്ലേ? മെഴുകുവരട്ടി ഉണ്ടാക്കിയാലോ? അമ്മ ഉണ്ടാക്കുമോ? ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരാം. ഇന്ന് ഞാൻ റെസ്റ്റ് എടുക്കാം, അമ്മ ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോയില് അമ്മ സ്പെഷ്യൽ മെഴുകുവരട്ടിയാണ്. ഇന്നപ്പം പയർ മെഴുകുവരട്ടി ഉണ്ടാക്കാം അല്ലേ? അപ്പൊ അമ്മ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പയർ എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്തുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ജീരകമുണ്ട്, ഉപ്പുണ്ട്, കടുകുണ്ട്, എണ്ണയുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മതിയില്ലേ? പക്ഷേ വെള്ളറ ഇല്ലല്ലോ അല്ലേ? അതില്ലമ്മേ. നന്നായിരിക്കും തരുമോ? ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ച് പെട്ടെന്ന് അരിഞ്ഞു തരാവേ. അതേപോലെ അരി അറിയത്തില്ലേ? അരിഞ്ഞു. പയർ നമ്മൾ അരി മാറ്റി വെച്ചല്ലോ. ഇനി ഇതെല്ലാം ഓരോന്നോരോന്ന് നമുക്ക് ചതച്ചെടുക്കണം. ആദ്യം നമുക്ക് ഉള്ളി ഇതിനകത്തിട്ട് ചതച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വെളുത്തുള്ളി ചതച്ചെടുക്കണം. ഇവിടെ മുളക് ഞെട്ട് കളഞ്ഞത് ഇടണം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അടുത്തായി നമുക്ക് തീ കത്തിച്ച് പാത്രം എടുത്ത് വയ്ക്കുക. ചൂടാട്ടെ. വെളിച്ചെണ്ണ. ചൂടായോ? പാൻ ചൂടായോ? ചൂടായി കാണും. ചൂടായിട്ടുണ്ട്. ഇച്ചിരി നന്നായിട്ട് ഒഴിക്കണേ. കുറച്ച് കൂടുതൽ ഒഴിക്കണം അല്ലേ? നന്നായിട്ട് വളർന്നു വരും. ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. 2-3 മതിയേ, ഒത്തിരി ഇടരുത്. ജീരകം ഇട്ട് ഇളക്കി കൊടുത്ത് അതിനുശേഷം കരിയാപ്പില ഇടുക. ഇളക്കണേ, ഇളക്കില കരിഞ്ഞു പോവും. ശേഷം നമുക്ക് ചതച്ച് വെച്ചതെല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂക്കട്ടെ. ഇതിട്ട് കൊടുക്കുമ്പം തീ സിമ്മിൽ വെക്കണം അല്ലേ അമ്മേ? തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ. അല്ലെ കരിഞ്ഞു പോകും. നന്നായിട്ട് വെക്കുക. നന്നായിട്ട് ഇത് മൂത്ത് വരണം അല്ലേ? മൂക്കട്ടെ മൂത്ത് വരട്ടെ. ഇട്ടപ്പോ തന്നെ ഉണ്ടോ ഒരു മണമൊക്കെ വന്നല്ലേ? നല്ല മണമല്ലേ? ഉള്ളി മൂക്കുമ്പോ വെളുത്തുള്ളിയൊക്കെ മൂക്കുമ്പോ നല്ലൊരു മണമായിരുന്നു. പക്ഷേ ആ തേങ്ങയും കൂടി ഇങ്ങോട്ട് ഇട്ടോ. ഇത് നമുക്ക് ആദ്യമേ എണ്ണ ഒഴിച്ചപ്പോ വേണമെങ്കിൽ വറുത്തെടുക്കാറുണ്ട്. അന്നേരം ഇടാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. തേങ്ങ എങ്ങനെ കിടന്നാലും ടേസ്റ്റ്. ഫ്രൈ ആട്ടോ കേട്ടോ. അടുത്തത് പയറിടാം. മൂത്ത് റെഡിയായേ. അടുത്തായിട്ട് നമുക്ക് പയറിടാം. പയർ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും ചെയ്തിട്ട് കേട്ടോ. ഉപ്പ് കിട്ടും. ഉപ്പ് എല്ലാരും ഉപ്പിന്റെ അവരവരുടെ പാകത്തിന് തന്നെ അങ്ങ് ഇട്ടോളാം അല്ലേ? എനിക്ക് BP ഉണ്ട്. അമ്മയ്ക്ക് BP ഉണ്ടാവുകൊണ്ട് കുറച്ച് ഉപ്പ് ഞങ്ങൾ ഇപ്പൊ ഇടുന്നുള്ളൂ. ഞങ്ങൾ അമ്മ വന്ന് പ്രമാണിച്ച ഉപ്പൊക്കെ ഞങ്ങൾ വളരെ യൂസ് കുറച്ചേക്കുവാണ്. അത് മതി. ഇളക്കി നമുക്ക് വേറെ പൊടികളൊന്നും നമുക്ക് ചേർക്കണ്ടല്ലോ. വേണ്ട, ഒന്നും വേണ്ട. ഇത് വെന്ത് കഴിയുമ്പോ ഇതിനി എണ്ണയ്ക്ക് തീർന്ന് വെന്തോളും അല്ലേ? ഇനി കുറച്ച് എന്തേലും വെള്ളമോ എന്തേലും ഇച്ചിരി ഒഴിക്കണം. നമുക്ക് ഇത് ഇങ്ങനെ അടുപ്പിച്ച് പൊത്തി വെച്ചിട്ട് ഇച്ചിരി വെള്ളം സൈഡിൽ കൂടെ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കാം അല്ലേ? സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കുറച്ച് ഒഴിക്കാളെ. കുറച്ച് മതി. നീ ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 10 മിനിറ്റ് നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡി. അതിന് നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് വേകട്ടെ കേട്ടോ. എന്നിട്ട് നോക്കാം. ഇതൊരു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കണേ, അല്ലെങ്കിൽ അത് കരിഞ്ഞോ അല്ലെങ്കിൽ ചോട്ടി പിടിക്കുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഒന്ന് ഇളക്കി അടച്ച് ഒന്നോടെ നമുക്ക് മൂടി വെക്കാം.
ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി അടിച്ചാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോഴേ ചോട്ടി പിടിച്ചെങ്കിലേ. അതെ, നമ്മുടെ വീട്ടിലെ പാത്രത്തിന്റെ കട്ടി നമ്മക്കേ അറിയത്തുള്ളൂ. നന്നായിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ടേ ചോട്ടി പിടിക്കേല. എന്നാലും ഒന്ന് ഇളക്കി അടച്ചു വെക്കണം, എല്ലായിടും ഒരുപോലെ വെന്തെടുക്കാൻ നമുക്ക്. പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന പിള്ളേരൊന്ന് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഒന്ന് ഇളക്കി അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം, ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ മതി. വെന്ത് തുടങ്ങി അല്ലേ? അമ്മ 10 മിനിറ്റ് കഴിഞ്ഞ് 12 മിനിറ്റ് ആയി. വെന്തോ പോലും നമ്മുടെ പയറ്. എന്താണ് നമുക്ക് നോക്കാം. നോക്കി എന്ത് കാണും. പിന്നെ കൊച്ച ഓർപ്പിച്ചില്ല, ഞാൻ മറന്നും പോയി. അതെ, നമ്മള് വേറെ വെന്തു നന്നായിട്ട് വെന്തു കേട്ടോ. ഇപ്പൊ നല്ലപോലെ പച്ച നിറമൊക്കെ മാറി, എല്ലാം മാറി നല്ല ടിപ്പായി. എന്നാ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്യാം, മതി. അങ്ങനെ നമ്മുടെ പയറ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കൊച്ചാ കഴിച്ചു നോക്കിയേ, എന്നിട്ട് അഭിപ്രായം ഒന്ന് പറഞ്ഞേ. നമ്മുടെ മെഴുക്കുവരട്ടി എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ട്. എരിവൊക്കെ നന്നായിട്ടുണ്ടോ? വെറൈറ്റിയോ? കാരണം നമ്മള് സ്ഥിരം ഉണ്ടാക്കുമ്പോ ഇത്ര ഒരു എന്താ പറയാ ഫുള്ള് ഇത്ര നല്ല ലെവലിൽ ഉണ്ടാക്കാറില്ല. നമ്മള് പെട്ടെന്ന് സവാളയൊക്കെ ഇട്ടു, മുളകൊക്കെ ഇട്ടു, തട്ടിക്കൂട്ടി ആക്കി. അപ്പൊ ഒരു വെറൈറ്റി സ്റ്റൈല് എല്ലാരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നാടൻ രീതിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചിലപ്പം, പക്ഷെ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ സ്റ്റൈല് നമ്മൾ ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. അമ്മ ഒന്ന് പറഞ്ഞേക്ക് എല്ലാവരും.